ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ തിരുവനന്തപുരത്തിന് പോകുന്ന കഥ അറിഞ്ഞാലെ കാര്യം അറിഞ്ഞ് വേദയിൽ നിന്ന് പല കാര്യങ്ങളും അമ്മ നൈസായിട്ട് ചോദിച്ചറിയാം. തരുണിന് വല്ലതും അറിയാവോ, തരുണിന് നിൻ്റെ കാര്യത്തിൽ വല്ല സംശയമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊന്നും ഇതുവരെ ഇല്ലാതെ താമ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നൊക്കെ ചോദിച്ചു. അല്ല, ഉള്ളിൽ കള്ളത്തരം ഉള്ളത് കൊണ്ടേ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതും ആകാം എന്ന് അമ്മ ഇങ്ങനെ പറയുമോ. അങ്ങോട്ട് പോകുന്നതിൽ മോൾക്ക് പേടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ഉണ്ടായാലും എനിക്ക് പോയല്ലേ പറ്റുള്ളൂ എന്ന് വേദ ചോദിക്കുക. എന്നെങ്കിലും ഒരിക്കൽ ആ നഗരത്തിലേക്ക് തിരിച്ച് ചെല്ലണമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് വേദ പറയുക അമ്മയോട്. ബാക്കിയുള്ള ചില കണക്കുകൾ അവിടെ ഇട്ടിട്ട് മുടങ്ങിയതല്ലേ ഞാൻ എന്നും വേദ ചോദിക്കുക. ഇത് പക്ഷേ മോള് വലുതായി, അവൾക്ക് പ്രായപൂർത്തിയായിട്ട് മതിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെന്നും ഇതിപ്പോൾ നേരത്തെ ആയിപ്പോയെന്നും വേദ പറയുക. അപ്പോൾ അതെൻ്റെ ഒരു മരവിപ്പ് മാത്രമാണ് എനിക്കുള്ളതെന്നും വേദ പറഞ്ഞു. എന്തൊക്കെയാണോ നമ്മൾ ഇത്രയും കാലം മോളിൽ നിന്നും തരുണിൽ നിന്നും മറച്ചു പിടിച്ചത്, അത് അവരെ തേടി വരികയാണെന്ന് തോന്നുകയാണ് എനിക്കെന്ന കാര്യവും വേദ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പേടിയായി. ഒരൊഴുക്കിലങ്ങ് ഒഴുകാൻ തുടങ്ങിയതല്ലേ അമ്മ, അതിവിടം വരെ എത്തി. എത്തേണ്ടത് എവിടെയാണോ അത് അവിടെ തന്നെ എത്തിക്കോളൂ എന്ന് വേദ. അതെല്ലാം കേട്ടപ്പോൾ അമ്മയ്ക്ക് ആ ടെൻഷൻ കൂടുതൽ. മകൻ്റെ ജീവിതം കൊളായി പോകുമോ എന്നുള്ളൊരു പേടിയാണ് അമ്മയ്ക്ക്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിക്രവും അച്ഛനും കൂടി അവിടുന്ന് താമസം മാറുക. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞങ്ങനെ പോകുന്നു. കാരണം ശ്രീജയ്ക്കും വിശ്വനും ഇനി ഇവരൊരു ബുദ്ധിമുട്ടാകരുത്, അവരുടെ ജീവിതത്തിനൊരു പോറൽ പോലും വരരുത്, അതാണ് ഇവർ ഉദ്ദേശിച്ചത്. അങ്ങനെ അച്ഛനും മോനും കൂടി അവിടെ നിന്ന് പോകുന്നു. കരഞ്ഞുകൊണ്ട് അവരെ യാത്രയാക്കി വിശ്വനും ശ്രീജയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. വിശ്വനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ അച്ഛനും അനിയനും പോയതുകൊണ്ട്. അപ്പുമോളും അതുപോലെ തന്നെ. അങ്ങനെ അവർ പോകുന്നു. അവർ പോയ കൂട്ടത്തിൽ പിന്നെ അടുത്ത സ്ഥലം കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തരുണും അതുപോലെ വേദയും അമ്മയും കുഞ്ഞും കൂടി വണ്ടിയിൽ യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ വേദ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ തരുൺ ഇങ്ങനെ വേദയെ ശ്രദ്ധിക്കുന്നുണ്ട്. വേദയ്ക്ക് എന്തോ വിഷമമുണ്ടെന്ന് തോന്നി. ഞാൻ പുറപ്പെടുമ്പോഴേ ശ്രദ്ധിച്ചതാ. എന്തു പറ്റി, നിങ്ങൾക്ക് എല്ലാവർക്കും വല്ല അസുഖമുണ്ടോ എന്ന് തരുൺ ഇവരോട് ചോദിച്ചു. ഇല്ല, എന്നെയും മോളെയും അവിടെയാക്കി തിരിച്ചു പോരുന്നതിൽ വേദയ്ക്ക് ഒരു ചെറിയ ടെൻഷൻ, അതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം മോൾ ഒറ്റയ്ക്കല്ലല്ലോ, അമ്മയല്ലേ ഉള്ളതെന്ന് ചോദിച്ചു വേദ. ചിലർ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിലും ഒക്കെ ആക്കും, അതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടം അവിടെ നിൽക്കാനെന്ന് ഗൗരിമോൾ അന്നേരം പറഞ്ഞു. അപ്പോൾ അത് കേട്ടിങ്ങനെ ഇരിക്കുക വേദ. കണ്ടില്ലേ, അത്രയേ ഉള്ളൂ കാര്യമെന്ന് നമ്മുടെ തരുൺ. അപ്പോൾ അമ്മ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കുന്നു. അതിനുശേഷം പിന്നെ ഇവർ താമസിക്കാനുള്ള ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ വിക്രവും അതുപോലെ അച്ഛനും കൂടി അവർ താമസിക്കാനുള്ള വീട്ടിലേക്കും ചെല്ലുന്നു. അവിടെ ചെന്ന് ഒരു ചേട്ടൻ മോളെയെന്നും പറഞ്ഞിങ്ങനെ ഒരു പെൺകൊച്ചിനെ വിളിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഇറങ്ങി വരുന്നു. അതെ, നമ്മൾ പറഞ്ഞിരുന്നില്ലേ താമസക്കാർ വരുമെന്ന്, അവരാ എന്നും പറഞ്ഞ് വിക്രത്തെയും അച്ഛനെയും ആ പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആ ചേട്ടൻ. അങ്ങനെ വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ ഇനി വാങ്ങണം എന്നൊക്കെ പറയാം അപ്പോൾ സുധാകരൻ മാഷ് ആ ചേട്ടനോട്. അങ്ങനെ വിക്രം സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. അത് അകത്തേക്കുള്ള വഴി അപ്പോൾ സ്റ്റെപ്പാണ്, അങ്ങനെ കയറാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു വീട് തന്നെയാണ്, 2 ഭാഗങ്ങളുണ്ടെന്നേ ഉള്ളൂ എന്ന് ചേട്ടൻ പറഞ്ഞു. നടുക്കിലെ വാതിൽ പൂട്ടിയാൽ അപ്പുറത്ത് നിങ്ങളുടെ വീടായി, ഇപ്പുറത്ത് ഞങ്ങളുടെ വീടായി എന്നാ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെന്നാൽ പുറകിലൂടെ വരാമെന്ന് പറഞ്ഞു വിക്രം. അയ്യോ അതൊന്നും വേണ്ട, ഇതിൽ തന്നെ കയറിക്കോളാൻ പറഞ്ഞു. വന്നോളൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മാഷിനെയും കൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അവർ ആ വീടിൻ്റെ അകത്തേക്ക് ചെല്ലുന്നു. ഈ വീടും ഇതൊക്കെ കണ്ടു, ഭയങ്കര സന്തോഷമായി. ഇത് കണ്ടു കഴിഞ്ഞപ്പം ഒത്തിരി സാധനങ്ങളൊന്നും ഓടി നടന്ന് വാങ്ങിക്കേണ്ട, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട് എന്നാ ചേട്ടൻ പറയാം. അപ്പോൾ വിക്രത്തെ നോക്കിയ പെണ്ണവിടെ അങ്ങനെ നിൽപ്പുണ്ട്. വിക്രത്തെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. വിക്രം അതിനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ വീടും പരിസരമൊക്കെ ഇങ്ങനെ നോക്കുന്നു. കൊച്ചാണ് ഇങ്ങനെ ഒരിഷ്ടമല്ലാത്ത മട്ടിൽ ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് തരുണും അവരെല്ലാവരും കൂടെ അവർക്ക് താമസിക്കാനുള്ള വീട്ടിലേക്ക് വന്നിറങ്ങുന്നു. വീട് കണ്ടു കഴിഞ്ഞപ്പോൾ ഗൗരിമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഗൗരിമോൾ അവിടെ എല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക. അപ്പോഴത്തേക്കും തരുൺ ചോദിച്ചു, മോൾക്ക് ഈ വീടൊക്കെ ഇഷ്ടമായോ എന്ന്. നല്ല ഇഷ്ടമായല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിലേ നമുക്കെല്ലാവർക്കും ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ താമസിക്കാമെന്ന് മോൾ അന്നേരം തരുണിനോട് പറയുന്നു. അപ്പോൾ കൊച്ചു കയറി ഓടി. അപ്പോൾ മോളെ നിൽക്ക്, ഓടല്ലേന്ന് പറഞ്ഞു വേദ. അപ്പോൾ തരുൺ പറഞ്ഞു, വേദ അവളൊന്ന് സ്വസ്ഥമായിട്ട് വിട്, അവളൊന്ന് ഓടി കളിക്കട്ടെ എന്ന് പറഞ്ഞു. അവൾ വീഴുമെന്ന് പറഞ്ഞു വേദ. വീണിട്ടും പൊട്ടിയിട്ടും തന്നെ എല്ലാ പിള്ളേരും വളരുന്നതെന്ന് തരുൺ അന്നേരം പറഞ്ഞു. മറ്റുള്ള കുട്ടികളുടെ കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇവൾ അങ്ങനെ വീഴണ്ട മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ. അവളെ പോയി പിടിക്കണ്ടെന്നല്ലേ പറഞ്ഞത്, അവൾ കളിക്കട്ടെ എന്ന് തരുൺ. അന്നേരം അമ്മേ ഗൗരിയുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു തരുൺ. അപ്പോൾ എന്ത് തീരുമാനങ്ങളാണെന്ന് ചോദിച്ചു വേദ. അത് ഞാൻ തീരുമാനിച്ചിട്ട് അറിഞ്ഞാൽ പോരെ എന്ന് തരുൺ ചോദിച്ചു.
വേദയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം. അമ്മയാണെങ്കിൽ ഇതെല്ലാം സൈഡിൽ നിന്ന് ഇങ്ങനെ കേൾക്കുക, ഒന്നും പ്രതികരിക്കുന്നില്ല. അമ്മ എന്നിട്ട് വേദയ്ക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറിപ്പോയി. വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ. അങ്ങനെ അച്ഛനും മോളും കൂടി അവിടെ നിന്ന് കളിക്കുന്നു. അമ്മ എന്താ ഒന്നും മിണ്ടാതെ കയറി പോകുന്നതെന്ന് വേദ ചോദിക്കാം. ഞാൻ എന്ത് മിണ്ടാനാ മോളേന്ന് അമ്മ. വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്നായോ അമ്മയെന്ന് വേദ ചോദിച്ചു. അമ്മേ അതെൻ്റെ മകളാണ്, എൻ്റെ മാത്രം മകള്. അപ്പോൾ ബയോളജിക്കലി നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആ കുഞ്ഞിനോട് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ തരുൺ അവൻ്റെ അച്ഛനാണെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവളത് അംഗീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. തരുൺ അതെങ്ങനെ എടുക്കുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അതായത് അച്ഛനല്ലെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്കിനി മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കേ നിവർത്തിയുള്ളൂ അല്ലേ? അതാണോ അമ്മ പറയുന്നതെന്ന് വേദ ചോദിച്ചപ്പം നീ ഇപ്പോൾ കാര്യങ്ങൾ കാണുന്നത് എൻ്റെയും നിൻ്റെയും എന്നുള്ളൊരു നിലയിലാണ്. ചിലപ്പോൾ തരുണിൻ്റെ തീരുമാനങ്ങൾ നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടുകൂടി ആണെങ്കിലോ എന്ന് അമ്മ ഇങ്ങനെ വേദയോട് പറയുന്നു. വേദയ്ക്ക് ഇതൊക്കെ ദേഷ്യം വരുക. ഞാൻ നിന്നോട് അവൻ പറയുന്നതെല്ലാം ശരിവെച്ച് കൊടുക്കണമെന്നല്ല മോളെ പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അവൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തത് മുമ്പൊരിക്കൽ നീ ചെയ്ത അതേ ശരി തന്നെയല്ലേ മോളെ എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ വേദ ഇങ്ങനെ രാധികയും കുഞ്ഞും ഇല്ലാതായപ്പോൾ ഗൗരിയെ നീ എന്നെ ഏൽപ്പിച്ചത് തരുണിനോടുള്ള സഹാനുഭൂതി കൊണ്ട് ഒന്നും ആയിരുന്നില്ലല്ലോ. അന്ന് നിന്റെ പിറകെയായിരുന്നു ശത്രുക്കൾ. അന്ന് ഗൗരിമോളെ രക്ഷിക്കാൻ നീ എന്തും ചെയ്യുമെന്നുള്ളൊരു നിലയിലായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇപ്പം തരുണും അങ്ങനെ ഒരു അവസ്ഥയിലല്ലേ എന്ന് ചോദിക്കാം അമ്മ. അവനോട് ശത്രുതയുള്ളവരിൽ നിന്ന് ഗൗരിമോളെ രക്ഷിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് അവന് തോന്നുന്നുണ്ടെങ്കിലോ എന്ന് അമ്മ വേദയോട് ചോദിക്കാം. ഒരിക്കൽ നീ ചെയ്ത ശരി തന്നെയല്ലേ മോളെ അവനിപ്പോൾ ചെയ്യുന്നത് എന്ന് അമ്മ വേദയോട് ചോദിച്ചു. അന്നേരം അമ്മയുടെ ആർഗ്യുമെൻ്റൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അമ്മ വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ എന്ന് വേദ പറയൂ അമ്മയോട്. തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് ഡൽഹിയിൽ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തോ? ഇല്ലല്ലോ. അതല്ല കാര്യം. തിരുവനന്തപുരമാണ് ഗൗരിയുടെ അച്ഛൻ്റെ നാടാണെന്ന് വേദ. വിക്രം ഇപ്പോൾ പുറത്തുണ്ട്. ഉറപ്പായിട്ടും എൻ്റെ ആങ്ങള ശ്രീകാന്ത് വിക്രമിനെ കാര്യങ്ങൾ അറിയിക്കുമെന്ന് വേദ പറയുക. ഞാൻ ഗർഭിണിയായിരുന്നുവെന്നും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നും ഒക്കെ അറിഞ്ഞാൽ വിക്രം അന്വേഷിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് വേദ ചോദിക്കുക. എന്താ അമ്മ ചിരിച്ചത്? അത് കേട്ടപ്പോൾ അമ്മ ചിരിച്ചു. മോളെ മക്കളെക്കുറിച്ചുള്ള ആദ്യം തുടങ്ങിയ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണെന്ന് വേദ പറയാം. എല്ലാ അമ്മമാരും അതിന് എത്ര വലിയ കളക്ടറാണെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. ആരന്വേഷിച്ചാലും ആശുപത്രി രേഖകളിൽ ഇവൾ തരുണിൻ്റെയും രാധികയുടെയും കുഞ്ഞല്ലേ എന്ന് വേദ ചോദിച്ചു. നിൻ്റെ സഹോദരനോ വിക്രമോ ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ എന്നും ആ അമ്മ പറഞ്ഞു. പരമാവധി അവർക്ക് ചോദിക്കാൻ പറ്റുന്ന നീ എന്തിനീ വീട്ടിൽ ഈ കുഞ്ഞിൻ്റെ വളർത്തമ്മയായി വന്നു എന്ന് മാത്രമായിരിക്കില്ലേ എന്നും അതിനുള്ളൊരു ഉത്തരവും നമ്മൾ കണ്ടെത്തിയാൽ പോരെ എന്ന് അമ്മ വേദയോട് ചോദിക്കുക. സൈക്കോളജിക്കലി ഭയങ്കര മൂവ്മെൻ്റാണ് അമ്മ നടത്തുന്നത്. അപ്പം ഞാൻ ജീവിതകാലം മുഴുവൻ ഗൗരിയുടെ വളർത്തമ്മയായിട്ട് കഴിയണമെന്നാണോ? അപ്പം അങ്ങനെയാണോ നമ്മൾ ഗൗരിമോളെ പഠിപ്പിച്ചിരിക്കുന്നത്? ആണോ മോളെ? രാധികയുടെ എല്ലാ ഓർമ്മകളും ഒരു കുഞ്ഞു ഫോട്ടോ പോലും തരുണെടുത്ത് കളഞ്ഞതേ അമ്മയെന്ന നിന്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. അതിൽ ഞാൻ അവനെ കൊണ്ട് ചെയ്യിച്ചത് നിനക്ക് വേണ്ടിയല്ലേ വേദ എന്നാ അമ്മ ചോദിക്കുക. വേദ നിന്ന് കരച്ചിലും തുടങ്ങി. നോക്ക്, നീ കൂടുതൽ ചിന്തിച്ച് കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. രേഖകളിൽ എന്താണെങ്കിലും പുറം ലോകത്തിന് ഗൗരി നിന്റെ കുഞ്ഞ് തന്നെയാണ്. ആ കുഞ്ഞ് നിന്റെ മാത്രമാണെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാലം വരെയെങ്കിലും നീ ഇതെല്ലാം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ മോളെ എന്ന് പറഞ്ഞാൽ അമ്മ വേദയെ കുറേ ഉപദേശിച്ചു. എന്നിട്ട് അങ്ങ് പോയി. വേദ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് പിന്നെ കളിക്കുന്ന നമ്മുടെ വിക്രം അവിടെ അടുക്കളയിൽ ഭയങ്കര പാചകത്തിലാണ്. അപ്പോൾ ആ വീട്ടിലെ പെൺകുട്ടി വന്നിട്ട് ഹലോ എന്നും പറഞ്ഞ് വിളിക്കുക. ഒരു ജനൽപ്പാളി തുറന്നിട്ട് ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ച് വിളിച്ചു. അപ്പോൾ വിക്രം ആണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. ചെന്ന് വാതിൽ തുറന്നു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പെങ്കൊച്ച് ഓടി അകത്തേക്ക് കയറി വന്നു. അടുക്കളപ്പണിയായിരുന്നു എന്ന് ചോദിച്ചു. അതെ, ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കുമായിരുന്നു. എന്തെങ്കിലും പാത്രങ്ങളോ മറ്റോ വേണോ? വേണ്ട, ഇവിടം ആവശ്യത്തിനുണ്ട്, ബാക്കിയുള്ളത് പുറത്ത് പോയി വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. ഇതിനകത്ത് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്താ ഇതെന്ന് ചോദിച്ചു. കുറച്ച് കടലക്കറിയാ, ഉപ്പുമാവിൻ്റെ കൂടെ നല്ലതാണെന്ന് പറഞ്ഞു. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അതെ, ഇതെല്ലാ ദിവസവും ഉണ്ടാവില്ല, ഇന്ന് വന്നു കയറിയ ദിവസമല്ലേ, അതുകൊണ്ട് തന്നതാണെന്ന് പറഞ്ഞു. വിക്രം അന്നേരം അത് കൈ നീട്ടി വാങ്ങിച്ചു കേട്ടോ. ആ സമയം ഞാൻ ആത്മജ ആമി എന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുത്തു. അങ്ങനെ പരസ്പരം പരിചയപ്പെടുക. വിക്രം, നിങ്ങളെ മുൻപേ എനിക്കറിയാം, നിങ്ങൾ ഭയങ്കര ഫേമസ് അല്ലേ എന്ന് വിക്രത്തോട് ആ പെങ്കൊച്ച് ചോദിച്ചു. അപ്പോൾ വിക്രത്തിന് വിഷമമായി. അയ്യോ, ഞാൻ മോശം അർത്ഥത്തിലല്ല പറഞ്ഞത്. ഈ ചെയ്യാത്ത കുറ്റത്തിന് 4-5 കൊല്ലം അകത്ത് കിടന്ന ഒരാളല്ലേ, അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പേർന്ന് വിചാരിക്കല്ലേ.
അപ്പോൾ എൻ്റെ ജീവിതം അങ്ങനെ പുറത്തുനിന്ന് ആരും വന്ന് ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കുട്ടി. എല്ലാ കാര്യങ്ങൾക്കും നല്ല തെളിച്ചമാണ്. അത് ഒന്നും പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഡാർക്ക് ആക്കിയല്ലേ? എന്ന് ചോദിച്ചാൽ കുറച്ച്. തുറന്നു പറഞ്ഞതിന് എന്തായാലും നന്ദി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് ഇതേ ഓട്ടോ വരുന്നു. ഇവർക്ക് വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഓണറേട്ടൻ വന്ന് മേടിച്ചുകൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ അച്ഛൻ കയറി വന്നപ്പം വിക്രവും മോളും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഡോറ് തുറന്നിട്ടേക്കുന്നത് കണ്ടുകൊണ്ട് അച്ഛൻ, ഇത് നീ എന്തിനാ ഇങ്ങനെ ഏത് നേരം ഈ ഡോറൊക്കെ തുറന്നിടുന്നേ? ഈ ഡോറ് തുറന്നിട്ട് അവർക്കൊരു പ്രൈവസിയൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. അയ്യോ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കുട്ടി എന്തോ കറി തരാൻ വിളിച്ചപ്പോൾ ഞാൻ വന്നതാ. അയ്യോ കുട്ടിയല്ല, ആത്മജ, വേണമെങ്കിൽ ആമിയെന്ന് വിളിച്ചോ. പിന്നെ എന്തോ കറിയല്ല, കടലക്കറിയാണെന്ന് പറഞ്ഞു. പിന്നെ പ്രൈവസി, അച്ഛനെയും മാഷിനെയും കൂട്ടി ഇങ്ങോട്ടേക്കല്ലേ കയറി വന്നത്, അപ്പം നമ്മുടെ പ്രൈവസിയും പോയില്ലേ എന്ന് ചോദിക്കുക ആമി. അപ്പം അത് ശരിയാ, ഇനിയിപ്പോൾ ഇപ്പുറത്തോടെ വരവും പോക്കുമെന്ന് പറഞ്ഞപ്പം അങ്ങനെ സീരിയസ് ഒന്നും ആക്കണ്ട മാഷേ, അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞപ്പം അതെ, വർഷത്തിലിങ്ങനെ 4-5 മാസം അല്ലേ അച്ഛാ? അപ്പം ഇങ്ങനെ നോക്കും അവർ. അതെ, നിങ്ങൾ ഈ കൃഷ്ണകിരീടം എന്ന ചെടി കേട്ടിട്ടുണ്ടോ? ചില സ്ഥലത്ത് 6 മാസ ചെടിയും ഗോപുരപ്പൂ എന്നൊക്കെ പറയും. ഈ ഓണക്കാലത്തൊക്കെ നമ്മൾ തൃക്കാക്കരാപ്പൻ്റെ മുകളിൽ വെക്കുന്ന അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അത് ഈ ഓണത്തിന് തൊട്ട് മുമ്പ് പൂത്തു തുടങ്ങിയ ഏതാണ്ടൊരു ഡിസംബർ വരെ അതിങ്ങനെ വിടർന്നു നിൽക്കും. പിന്നെ ഒരൊറ്റ കൊഴിച്ചില്ല, 6 മാസത്തേക്ക് ഒരനക്കവും കാണില്ല. സെയിം സൈക്കിളാണ് എനിക്ക്. തിരിച്ചായിരുന്നെങ്കിൽ നമ്മുടെ ഓണം എന്നും കട്ടപ്പോകയായതിന് അല്ലേ അച്ഛാ? അപ്പോഴത്തേക്ക് ആ അച്ഛൻ ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അങ്ങനെ അതും പറഞ്ഞ് ആ കൊച്ചു സാധനങ്ങൾ എടുക്കാൻ ചെന്നു. അപ്പോൾ കടലക്കറി കൂട്ടി നിങ്ങൾ ഉപ്പുമാവ് കഴിക്കേ, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് ആ കൊച്ചങ്ങ് പോയി. അപ്പോൾ അതെന്താ കുട്ടി അങ്ങനെ പറഞ്ഞിട്ട് പോയതെന്ന് നമ്മൾ സുധാകരൻ മാഷി ചോദിച്ചു. ഒന്നുമില്ല മാഷേ, അവളൊരു പൊട്ടിപ്പെണ്ണ, അങ്ങനെ കണ്ടാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോകും കേട്ടോ. അപ്പോൾ നിനക്ക് ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ കുട്ടി ഇപ്പോഴല്ലേ അച്ഛാ കാണുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാ? എനിക്കെന്തോ സാധാരണ ഒരു കുട്ടിയുടെ സംസാരം പോലെയല്ല തോന്നിയത്. അതെന്തെങ്കിലും ആവട്ടെ. അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാൽ ഈ വാക്കും കുത്തിപ്പിടിച്ച് പുറത്തൊരു സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിൽക്കണേ കേട്ടല്ലോ എന്ന് പറഞ്ഞ് വിക്രം അച്ഛനെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വേദയാണെങ്കിൽ റൂമിലിരുന്ന് ചിന്തയോട് ചിന്തയാട്ടോ, ഭയങ്കര ടെൻഷൻ വേദയ്ക്ക്. അത് കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെയുള്ളൊരു ജോലിക്കാരിയോട് ഏതാണ്ട് സാധനം എടുത്തുകൊണ്ട് വാ, എനിക്ക് അമ്മയായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേലക്കാരി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. വേലക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മയും മോളും കൂടി നിന്നിങ്ങനെ സംസാരിക്കാം. വേദയ്ക്ക് ഒരിടം വരെ പോകണം. എവിടേക്ക് അതിപ്പോൾ പറയാൻ പറ്റില്ല. അതെ, കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഓടിപ്പോകുന്നില്ല, അമ്മ പേടിക്കണ്ടെന്ന് പറഞ്ഞു. നീ എന്തൊക്കെയാണ് മോളെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അമ്മ അന്നേരം വേദയോട് ചോദിച്ചു. ഇന്നലെ അമ്മയുടെ സംസാരവും അങ്ങനെ ആയിരുന്നല്ലോ എന്ന് വേദ പറയാട്ടോ. അപ്പം ഞാൻ എന്തു പറഞ്ഞു എന്നാണ് നീ പറയുന്നത് എന്ന് അമ്മ ചോദിച്ചു. അമ്മ ഒന്നും പറഞ്ഞില്ല, പക്ഷെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് അമ്മ എന്നെ അറിയിച്ചു എന്ന് വേദ പറഞ്ഞു. അപ്പം നീ എന്തൊക്കെയോ ആലോചിച്ച് മനസ്സ് വെറുതെ പുണ്ണാക്കുവാണെന്ന് അമ്മ അന്നേരം പറയാം. അതങ്ങനെ അല്ല അമ്മേ, ഞാൻ വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് തന്നെ അമ്മയോട് പറയുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. അമ്മ ഇന്നലെ പറഞ്ഞത് രാത്രി മുഴുവനും കിടന്ന് ഞാൻ ആലോചിച്ചു എന്ന് വേദ പറഞ്ഞു. ശരിയാ, രേഖകൾ പ്രകാരം എനിക്ക് എൻ്റെ മോളുടെ പേരിൽ ഒരവകാശവും ഇല്ല. സ്വന്തം കുട്ടിയുടെ വളർത്തമ്മയായി ജീവിക്കേണ്ടി വന്നവളാണ് ഞാൻ. അപ്പം അത് നിൻ്റെ ഉള്ളിലെ കോംപ്ലക്സ് ആണ് മോളെ. ഗൗരിയുടെ മനസ്സിൽ അത് അങ്ങനെ അല്ലല്ലോ എന്ന അമ്മ. അങ്ങനെ വേദയും അമ്മയും കൂടെ തർക്കം തുടങ്ങി. അങ്ങനെ ശത്രുപക്ഷത്താകാൻ തുടങ്ങി അമ്മ. അങ്ങനെ വേദയും അമ്മയും കൂടി സംസാരിച്ചു. വേദ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പക്ഷേ അമ്മയ്ക്ക് അത് ശരിക്കും അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. ആ അമ്മ ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.